ഹലോ, ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മുമ്പ് ഒരു ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്ററിനെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഏതൊക്കെ കാരണം കൊണ്ടാണ് നമുക്ക് വയറിൻ്റെ ഇൻസുലേഷൻ, അതായത് നമ്മൾ വയറിങ് ചെയ്യുന്ന വയറിൻ്റെ ഇൻസുലേഷൻ, അതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയ മോട്ടോറിൻ്റെ ഇൻസുലേഷൻ, അതുപോലെ എക്യുപ്മെൻസുകൾ, വൈൻഡിങ് ഉള്ള ഏതൊരു സാധനത്തിൻ്റെയും ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IR ടെസ്റ്റർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ IR ടെസ്റ്റർ ഉപയോഗിച്ച് വയറിങ്ങിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് വയറൊക്കെ വലിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഓരോരോ ഫാൾട്ടുകൾ, അതിപ്പോൾ ഞാനിപ്പോൾ ഒന്നൊരു എക്സ്റ്റൻഷൻ ഫാനിൻ്റെ റാഡ് നീളം കുറവായതുകൊണ്ട് നീളം കൂട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഓൾറെഡി ഇതാണ് റാഡ്. അപ്പോൾ ഈ റാഡ് കുറവായതുകൊണ്ട് ഒന്ന് നീളം കൂട്ടണം. നീളം കൂട്ടാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വയർ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ വയർ പുള്ള് ചെയ്തപ്പോൾ ഇതിൻ്റെ വയർ കറക്റ്റ് ശ്രദ്ധിച്ചാലും അറിയാം, ഇതിൻ്റെ ഒക്കെ ഇവിടെ കണ്ടോ സ്ലീവ്, നമ്മൾ എത്ര ശ്രദ്ധിച്ച് വലിച്ചാലും ഈ സ്ലീവ് ഇതിങ്ങനെ വലിഞ്ഞു പോന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളെ സ്ലീവാണ്. ഏതൊരു കോപ്പറിൻ്റെയും പ്രതിരോധം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ലീവാണ്. ആ സ്ലീവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ IR ടെസ്റ്റ് നടത്താറുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകൾ, അതായത് നമ്മൾ വയറൊക്കെ വലിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ഫാനിൻ്റെ റാഡിന് വലിച്ചതാണ്. അപ്പോൾ ഇതിലൊരു ഇതുണ്ടോ, ഇതേമാതിരിയുള്ള പിഷർ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പിഷർ ഇതൊക്കെ വരും. അപ്പം മാക്സിമം നമ്മൾ ഒരു പുഷൊക്കെ കൊടുക്കുക. എന്നാലും നമ്മൾ ഈ വലിക്കുമ്പോൾ ഒരു 99% നമ്മളെ വയർ ഡാമേജ് ആവും, അതിൽ യാതൊരു സംശയമില്ല. ഇനി അത് എത്ര കണ്ടീഷനായിട്ട് വലിച്ചാലും നമ്മൾ ഈ ഒരു വലിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഷാർപ്നെസ്സിൽ കുടുങ്ങിയിട്ട് എന്തായാലും നമ്മളെ വയറിൻ്റെ ഇൻസുലേഷൻ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് നടത്തുമ്പോൾ, നമ്മൾ ഈ IR ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഈ എക്യുപ്മെൻറ്റ്സ് കണക്ട് ചെയ്യാതെ ഉള്ള ടെസ്റ്റ് അടിക്കുക. ഈ എക്യുപ്മെൻറ്റ്സ് കണക്ട് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി കുറച്ച് പഴക്കമുള്ളതൊക്കെ, ഇനിയിപ്പോൾ പുതിയതാണെങ്കിലും വൈൻഡിങ്ങിന് കാര്യമായിട്ട് റെസിസ്റ്റൻസ് ഇൻസുലേഷൻ ഇല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് കണക്ട് ചെയ്ത് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. ഒരു 80% അടുത്ത് ഫെയിലിയർ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഇതിന് മാത്രമല്ല, നമ്മളെ ഈ ലീക്കേജ് ആയി വരുന്ന ലോഡുകൾ, അതായത് മോട്ടർ, നമ്മളെ സബ്മേഴ്സിബിൾ, ഇങ്ങനത്തെ നമ്മളെ മോട്ടറുകളൊക്കെ അല്ലേ, ഈ സബ്മേഴ്സിബിൾ മോട്ടറൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതൊരു 10 മില്ലി ആംപിയർ 15 മില്ലി ആംപിയർ ഇതിന് ഒരു ലീക്കേജ് ഉണ്ടാവും. 80% ആളുകളും ഈ RCCBയും ഈ സബ്മേഴ്സിബിൾ മോട്ടറും ഭയങ്കര തലവേദനയായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഇത് RCCB ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ചിലവർ ചെയ്തിട്ടുണ്ടാവും, ചിലവർക്ക് ഇതിൻ്റെ അതായത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ ലീക്കേജ് ഇതിൽ നിന്നൊരു 10% 15% മില്ലി ആംപിയറോ ലീക്കേജ് വരും. പിന്നെ നമ്മളെ വയറിങ്ങിൽ ഓൾറെഡി ഒരു ലീക്കേജ് ഉണ്ടാവുമല്ലോ, അതായത് നമ്മളതിന് ക്ലാമ്പ് ചെയ്ത് നോക്കണം. ക്ലാമ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മളെ വയറിങ്ങിൽ എത്ര ശതമാനം ലീക്കേജ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ലീക്കേജും അതിലൊരു 20 വരിക, ഇതിലൊരു 15 വരിക, അപ്പോൾ 35 അപ്പോൾ നമ്മളെ RCCB ഒക്കെ എന്ന് പറഞ്ഞാൽ 30 മില്ലി ആംപിയർ ലീക്കേജ് ട്രേസ് ചെയ്ത് ട്രിപ്പ് ആവുന്നു. അപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ കാര്യത്തിൽ നല്ല ഇൻഡക്റ്റീവായിട്ടുള്ള ലോഡുകൾ, ഈ എർത്ത് ലീക്കേജ് വരുന്ന എല്ലാ സാധനങ്ങളും, അതായത് വയറിൻ്റെ ഇൻസുലേഷൻ്റെ ലീക്കേജ് കാരണമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള IR ടെസ്റ്റിനുള്ള റീഡിങ്ങൊക്കെ കിട്ടാതെ വരിക. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ വോൾട്ടേജിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് DC ആണ് വരുന്നത്. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു DC ആണ്. അപ്പോൾ മൊത്തം ലീക്കേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് മാർഗങ്ങൾ വേറെ ഉണ്ട്. എന്നാലും നമുക്ക് പെട്ടെന്ന് ടോട്ടൽ ലീക്കേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് RCCB നിൽക്കുന്നില്ല, നിരന്തരമായിട്ട് ട്രിപ്പിംഗ് ആണ്. ഇതിൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ടൊരു MCB കൊടുക്കുക. ഒരു 2 പോൾ MCB കൊടുത്തിട്ട് ആ പിന്നെ ഇതിലൊന്ന് ക്ലാമ്പ് ചെയ്യുക. ആ ക്ലാമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലൊരു ആരോ മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ആരോ മാർക്കിന്
നേരായിട്ട് ക്ലാമ്പ് ചെയ്യുക. അത് ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, ഇതിൽ ആ വീട്ടിൽ ടോട്ടൽ ഉള്ള കറണ്ട് ലീക്കേജ് എത്രയെന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് ആ കറണ്ട് ലീക്കേജ് നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ എക്യൂപ്മെൻസുകൾ കണക്ട് ചെയ്യുമ്പോൾ അതിലൊരു ലീക്കേജ് കൂടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത ടോട്ടൽ എത്ര ആംബിയർ ലീക്കേജ് ഉണ്ട്, ടോട്ടൽ വയറിൽ അതായത് നമ്മളെ വലിച്ച വയറിൽ എത്ര ലീക്കേജ് വരുന്നുണ്ട്, അതുപോലെ നമ്മൾ എക്യൂപ്മെൻറ്റ്സ് കണക്ട് ചെയ്തിട്ട് റണ്ണിങ്ങിൽ എത്ര ലീക്കേജ് വരുന്നുണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ RCCB വഴി ഒരിക്കലും നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം RCCB നമ്മളെ 30 മില്ലി ആമ്പിൻ്റെ മേലേക്ക് ഒരു കറണ്ട് വന്നു കഴിഞ്ഞാൽ, ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അതിനെ ട്രേസ് ചെയ്ത് അത് ട്രിപ്പാവും. അപ്പോൾ MCB 2 ആകുമ്പോൾ നമുക്കതിൻ്റെ ആ ടെസ്റ്റ് കറക്റ്റ് കൃത്യമായിട്ട് നടത്താൻ വേണ്ടി നമുക്ക് പറ്റും. അപ്പോൾ MCB വെച്ചിട്ട് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എത്ര ലൈനിൽ എത്ര ലീക്കേജ് ആണുള്ളതെന്ന് നമുക്ക് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, എവിടെയാണ് ഏത് ലൈനാണ് കൂടുതൽ ഇത് ലീക്കേജ്, അതായത് കറണ്ട് ലീക്കേജ് ഏത് ലൈനിലാണ് കൂടുതൽ പോകണമെന്ന് നോക്കിയിട്ട് നമുക്ക് ആ സെക്ഷനെ മാറ്റി നിർത്തിയിട്ട് ഓരോരോ സെക്ഷനിൽ നമുക്ക് MCB നമ്മൾ ഇടുമല്ലോ. ഓരോരോ സെക്ഷനിൽ MCB ഇടുമ്പോൾ ആ MCB ഏതാണെന്ന് നോക്കിയിട്ട് ആ MCBയിലുള്ള വയറിനെ ട്രേസ് ചെയ്തിട്ട് നമുക്ക് അതിലുള്ള ഡാമേജ് കണ്ടുപിടിക്കാം. അപ്പോൾ പഴയ വയറിങ്ങിലൊക്കെയാണ് ഇത് പിന്നെ നനവും ഈർപ്പൊക്കെ ഉണ്ടാവുള്ളൂ. ഈ പുതിയ വയറിങ്ങിൽ നമുക്ക് അങ്ങനെ ഒരു ഡാമേജ് വരിക എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ട് നമ്മളെ ഈ ഇൻസുലേഷൻ്റെ നമ്മളെ വലിക്കുന്നതിലുള്ള ഓരോരോ വാൾട്ട് അപാകതകളെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുക. അല്ലാതെ ഒരിക്കലും തന്നെ ഇതിൻ്റെ നമ്മളിതൊക്കെ ഫ്രഷ് വയർ വലിച്ച് കംപ്ലീറ്റ് കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് അടിക്കുന്നത് നമുക്ക് ഒരു ഗുഡ് റിസൾട്ട് കിട്ടുന്നില്ല. ആ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഒന്നുകിൽ നമ്മളെ വയറിന് ക്വാളിറ്റി കുറവാണ്, ഇതിൻ്റെ ഇൻസുലേഷൻ്റെ പ്രതിരോധം കുറവാണ്. അത് എല്ലാവർക്കും എല്ലാ വയറിനും എല്ലാ കമ്പനിക്കും ഉണ്ടാവുമോ? എല്ലാ കമ്പനിയും ഒരു റെസിസ്റ്റൻസ് ഇത്ര ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടല്ലേ ഇറക്കണത്. അപ്പോൾ അതിൽ 99% എവിടെ വരിക, നമ്മളെ വർക്കിലാണ്. നമ്മളെ വർക്കിൽ നമ്മൾ ഇത് ആഞ്ഞു വലിക്കുമ്പോൾ പിന്നെ ഇതിന് ഇൻസുലേഷനൊക്കെ ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മളെ ഈ വലിയിൽ അതൊക്കെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ടെസ്റ്റിന് അടിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല, അത് ഫെയിലിയർ ആവും. അപ്പം മാക്സിമം നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, വയറുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് വലിക്കുക. കണ്ടമാനം കുത്തി കയറ്റിയൊക്കെ വലിക്കാതെ ഒരു പൈപ്പിലൊക്കെ ആണെങ്കിൽ 20-ലൊക്കെ ആണെങ്കിൽ ഒരു 6-7 വയറുകളൊക്കെ ഇട്ടിട്ട് ഒരു എയർ ഗ്യാപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ വലിക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ നമ്മൾ പുള്ള് ചെയ്ത് വലിക്കുകയാണെങ്കിൽ തന്നെ ലൂബ്രിക്കേഷൻ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ലൂബ്രിക്കേഷൻ കൊടുക്കുക. മൊത്തത്തിൽ ലൂബ്രിക്കേഷൻ കൊടുക്കണം എന്നല്ല, വയറ് കടന്നു പോകാനുള്ളൊരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി മാത്രം കണ്ടമാനം ഇതുപോലെ ഇൻസുലേഷനൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ കടത്തി വിടുക. പിന്നെ ഇതേപോലെയുള്ള ഫാനുകളൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഈ വലിക്കൽ. അത് എങ്ങനെ വലിച്ചാലും നമുക്കത് ഒരു 90% ഒന്നും ക്ലിയറായി കിട്ടൂല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഗുഡ് റിസൾട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വേറെ ഒന്ന് കാര്യം നോക്കാൻ വേണ്ടി പോയത്, നമ്മളതിൻ്റെ ഔട്ട്പുട്ട് DC 500 വോൾട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 500 വോൾട്ട് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടൂല എന്ന് ചിലവർ പറയുന്നുണ്ട്. 500 വോൾട്ടൊന്നും ഇതിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയൂലെന്ന്. പക്ഷെ ഞാൻ അതിന് വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. ഒരു ക്വാളിറ്റി കുറഞ്ഞ മീറ്റർ ആണെങ്കിലും ഒരാഴ്ചയൊക്കെ ഇത് ഓടിക്കൊണ്ടിരുന്നിരുന്നു. അപ്പോൾ ഇന്ന് ഇത് ഒന്ന് അയച്ച് നോക്കുമ്പോൾ ബാറ്ററി ഡാമേജ് ആണോ നോക്കി ബാറ്ററിയൊക്കെ ഒന്ന് റീചാർജ് ചെയ്ത് നോക്കി, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു 350 രൂപ റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്രേ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ഏകദേശം നമുക്കൊരു 1000 വോൾട്ട് വരെ ചെക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ DC വോൾട്ട്. അപ്പോൾ ഞാൻ മുമ്പ് ഞാനൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ്. ഏകദേശം 620 വരെ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പരീക്ഷണം, ഇതിൽ നിന്നുള്ള വോൾട്ട് കറക്റ്റ് നമ്മൾ DC വോൾട്ടിനെ നമ്മളെ വയറിലേക്ക് കടത്തി വിടുമ്പോൾ, വയറിങ് ചെയ്ത വയറിലേക്ക് കടത്തി വിടുമ്പോൾ എത്ര വോൾട്ട് ഔട്ട്പുട്ട് പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു നല്ലൊരു മൾട്ടിമീറ്റർ മേടിച്ചിട്ട് ആ ടെസ്റ്റ് നടത്തി നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കാര്യമായിട്ട് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് നമ്മൾ വളരെ വയറ് വലിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വലിക്കാൻ വേണ്ടി ശ്രമിക്കുക.
വല്ല ടൈറ്റ് ആക്കിയിട്ടോ വല്ല ഒന്നായിട്ട് കൺജസ്റ്റഡ് ആയിട്ടുള്ള വയറുകൾ പരമാവധി കുറയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്.